ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അവർക്കറിയാം ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു റിസ്ക് വരികയാണെങ്കിൽ ആ റിസ്ക് എനിക്ക് എടുക്കണ്ട, എൻ്റെ റിസ്ക് വേറൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുപോലെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ളൊരു എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇൻഷുറൻസ് പ്ലാനിങ് നടത്തിയിട്ടുള്ള ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുക. ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് തന്നെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി പ്രവാസി സമൂഹത്തിൽ നിന്നുള്ളവരൊക്കെ ഇൻഷുറൻസൊക്കെ അവർ ആ ഒരു ടൈമിൽ എടുക്കും. ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ടൈമായി കഴിയുമ്പോൾ വിചാരിക്കണം വെച്ചാൽ ഓക്കെ, ഇനി എനിക്ക് ഈ പ്രൊട്ടക്ഷൻ്റെ ആവശ്യകത അത്ര വരുന്നില്ലല്ലോ, എനിക്ക് അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നിർത്താം എന്നുള്ളത്. ഇത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു വലിയൊരു എക്സ്പെൻസുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു തുക നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്താനുള്ളൊരു തുക ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങളുടെ ആബ്സെൻസിലും ഈ രീതിയിലുള്ള ഗോളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റികളോ മീറ്റ് ചെയ്യാനുള്ളൊരു തുക നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് നിർത്താം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് കുറച്ച് നാളുകൂടി കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ചില ടൈമുകളിൽ നമുക്ക് കാണാം, ഓക്കെ ഇനി 70 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അധികം നാളിത് ജീവിച്ചു പോവുമോ എന്നുള്ളത്, ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ, നിർത്തിയാലും കുഴപ്പമില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ 70 വയസ്സ് കഴിഞ്ഞ് നിർത്തുന്നു, നിങ്ങളൊരു 80, 85, 90 വയസ്സ് വരെ ജീവിച്ചു പോവുകയാണ്. ആ ഒരു ടൈമിൽ വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളൊരു റിസ്ക് കവറേജ് നമ്മൾക്ക് മറ്റൊരു ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻഷുറൻസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുക.